Good evening, everyone. Welcome back to Xylem. Welcome back to the world of English. So, എല്ലാവർക്കും ഒരു വലിയ good evening പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. And most of you might be seeing me for the first time. So, it is very mandatory that I should introduce myself first. Okay? So, my name is Nasser Faruddin K. NFK എന്നാണ് ഷോർട്ട്. Nasser Faruddin എന്നാണ് പേര്. ഇംഗ്ലീഷ് ആണ് സബ്ജക്ട്. എല്ലാവരോടും വലിയൊരു ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് let's begin the class. And before we are jumping into the topic, there are a few things that should be discussed. And the first thing is obviously you have to call your friends to join this class. നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന CBSE ഫ്രണ്ട്സിനോട് എന്ത് ചെയ്യാൻ വേണ്ടി പറയാം, ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാ. പരമാവധി ആളുകൾക്ക് നിങ്ങൾ ഈ ലൈവിന്റെ ലിങ്ക് എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഗുഡ് ഈവനിങ് എവറിബഡി, ഗുഡ് ഈവനിങ്. ആൻഡ് കുറേ ആളുകൾ ഞാൻ കുറെ കാലത്തിന് ശേഷമാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടാവില്ല. And this is the first time we are meeting after a long time. Okay, I'm super excited to be here. I'm super excited to present a grammar topic in front of you. But my complaint is, my problem is, I need a larger audience. കുറച്ചുകൂടി വലിയ ഒരു audience എനിക്ക് ആവശ്യമുണ്ട്. So who is the winner of the question of the day? I know most of you are probably anxious or curious about the question of the winner yesterday. And I will definitely announce that, but within 2-3 minutes. Again, before that, I want you to share the link of this live class to your friend maximum, right? അതൊന്ന് ചെയ്യോടാ. നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഈ ലൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് തരാമോ കമന്റ് ബോക്സിൽ? Yes. Good evening, everybody. I'm super excited to see you all. Yes, first time ആണെന്ന് പറയുന്നുണ്ട്. Yes, അപ്പോൾ നമുക്ക് പതുക്കെ ക്ലാസ്സിലേക്കൊക്കെ പോവാം. And people, have you shared the link of this class to your friends? Yes, we are. Okay, said Apna. I don't know what your real name is, but Apna says, for me too, for so. Okay, sir said, yes, cool. So people, let's move on to the next session of this live class. That is to announce, we have to announce the winner of yesterday's question of the day. So, ഇന്നലത്തെ question of the day ആൻസർ നിങ്ങൾ എഴുതിയോ? എത്ര പേര് ഇന്നലത്തെ ക്വസ്റ്റൻ ഓഫ് ദ ഡേയുടെ ആൻസർ കമന്റ് ബോക്സിൽ ഇട്ടു? ആൻഡ് a few of you are enquiring about my name. This is Nasser Faruddin. Okay, my name is Nasser Faruddin K. Nasser Faruddin K. This is my name. Okay, Nasser Faruddin K. And this is my short form. Okay, done. So how many of you have attended or how many of you have participated in yesterday's question of the day? So നിങ്ങൾ ഭയങ്കര ക്യൂരിയസ് ആണെന്ന് എനിക്കറിയാം. നമുക്ക് ആരാണ് ക്വസ്റ്റൻ ഓഫ് ദ ഡേ വിന്നർ എന്ന് അറിയണം. ആൻഡ് ക്വസ്റ്റൻ ഓഫ് ദ ഡേ വിന്നറിനെ കാത്തിരിക്കുന്നത് എത്ര രൂപയാണെന്നും നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. യെസ് നോക്കൂ. റൈറ്റ്. സോ ക്വസ്റ്റൻ ഓഫ് ദ ഡേ, എന്താണ് ക്വസ്റ്റൻ ഓഫ് ദ ഡേ എന്ന് ഐ തിങ്ക് ഐ ഷുഡന്റ് എക്സ്പ്ലെയിൻ ദാറ്റ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് ഇന്നലത്തെ അല്ല കേട്ടോ, ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയിലെ വിന്നറിനെ കാത്തിരിക്കുന്നത് ₹1000 ആണ്, 1000 രൂപയാണ്. സോ ആർക്കാണ് 1000 രൂപ കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ക്ലാസ് കേൾക്കുന്നു, ആ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചുമ്മാ ഒരു കമന്റ് ബോക്സിൽ, യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യുന്നു. ആൻഡ് യു ആർ ഗോയിങ് ടു ഗെറ്റ് 1000 rupees ഫോർ ദാറ്റ്. Isn't that interesting? Yes, it is. Okay, ശരി, റെഡി. ഓക്കെ, നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ലൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്യണേ. ഇപ്പൊ തന്നെ ഷെയർ ചെയ്തോണം കേട്ടോ. റെഡി? ഓക്കെ, യെസ്. റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കറക്റ്റ് ആയല്ലോ? റെഡി, ശരി. നോക്കൂ. സോ ഇന്നലത്തെ വിന്നർ ആരാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇന്നലത്തെ വിന്നർ ആരാണ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയിൽ എന്ന് നമുക്ക് നോക്കാം. വളരെ പെട്ടെന്ന് നോക്കാം. റെഡി. ഇതാണ് കാര്യം. നമ്മൾ കമന്റ് പിക്കർ എന്ന് പറഞ്ഞ വളരെ സുതാര്യമായിട്ടുള്ള ഒരു സൈറ്റ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്നലത്തെ നമ്മുടെ ലൈവിന്റെ ലിങ്ക് ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ ഫിൽട്ടർ ഡ്യൂപ്ലിക്കേറ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം കമന്റ്സ് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ മാത്രമേ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബിങ്കോ, റൈറ്റ്? ആൻഡ് അതിനുശേഷം ഞാൻ എന്ത് കൊടുക്കുന്നു, നമ്പർ ഓഫ് വിന്നേഴ്സ്. നമുക്ക് വേണ്ടത് ഒരു വിന്നറിനെയാണ്. ആൻഡ് ഇവിടെ അവരൊരു സിമ്പിൾ മാത്തമാറ്റിക്സ് ചോദിക്കുന്നുണ്ട്. 8 + 6 = 14. ആൻഡ് യൂട്യൂബ് കമന്റ് കിട്ടാൻ പോവാണ്. ഞാനിവിടെ സ്റ്റാർട്ട് കൊടുക്കാൻ പോവാണ്. സോ സ്റ്റാർട്ട് കൊടുത്തിട്ട് ഇവരാരെയാണോ പിക്ക് ചെയ്തത് അവരാണ് നമ്മളുടെ ഇന്നത്തെ അല്ലെങ്കിൽ ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ വിന്നർ. റെഡി ആണല്ലോ? യെസ്. സോ ആരാണ് വിന്നർ? ലെറ്റ്സ് സീ. യെസ്, ഗൗരി ശങ്കർ ബി ആണ് ഇന്നലത്തെ ആൻസറിന്റെ വിന്നർ. Gauri Shankar B. Let me check the answer.
Nitin sir has sent me the answer actually. I forgot. I'm seriously sorry for that. Yes, the answer is minus 0.5D ആണ്. So ഗൗരി ശങ്കർ ആണ് ഇന്നത്തെ നമ്മുടെ വിന്നർ. So ഗൗരി ശങ്കർ ഈ വീഡിയോ ലൈവ് കാണുന്നുണ്ടെങ്കിൽ you have to take a screenshot of this and you have to send it to this number. Okay, ഗൗരി ശങ്കർ ആണ് നമ്മുടെ ഇന്നത്തെ വിന്നർ. So ഗൗരി ശങ്കർ ചെയ്യേണ്ട കാര്യം, ഓക്കെ, ഗൗരി ശങ്കർ ചെയ്യേണ്ട കാര്യം, ഗൗരി ശങ്കർ ഞാൻ ഈ പറയുന്ന നമ്പറിലേക്ക് ഈ സ്ക്രീൻഷോട്ട് ഒന്ന് അയക്കുക. വേറെ ഒന്നും ഗൗരി ശങ്കർ ചെയ്യേണ്ട. ആൻഡ് ലെറ്റ്സ് ഹാവ് എ ബിഗ് ഹാൻഡ് ഓഫ് അപ്ലോസ് ടു ഗൗരി ശങ്കർ. ഓക്കെ, സോ എല്ലാവരും ഇത് ക്ലാപ്പ് ചെയ്തടാം. നാളെ നമ്മളായിരിക്കും വിന്നർ. സോ ഗൗരി ശങ്കറിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെല്ലാവരും കമന്റ് ബോക്സിൽ ക്ലാപ്പ് ചെയ്യുന്നു. ആൻഡ് ഗൗരി ശങ്കർ യു ഹാവ് ടു കോൺടാക്ട് ദ ഫോളോയിങ് നമ്പർ 7999445187. ഈ നമ്പറിലേക്ക് ഗൗരി ശങ്കർ കോൺടാക്ട് ചെയ്യുക. ഗൗരി ശങ്കറിന്റെ 1000 rupees എന്ന് പറയുന്ന ആ ക്യാഷ് പ്രൈസ് വിൽ ബി സെൻഡ് ടു യു. ഓക്കെ, അയക്കും. ഗൂഗിൾ പേ വഴിയോ ഏത് മോഡൽ എനിക്ക് അറിയില്ല. സോ അതുവഴി നിങ്ങൾക്ക് അയക്കും. ഓക്കെ, റെഡി ആണല്ലോ? റൈറ്റ്. അപ്പൊ ഇന്നും നോക്കൂ, ഇന്നും നമുക്ക് എന്തുണ്ടാ, ഇന്നും നമുക്ക് ഈ ക്ലാസ്സിന്റെ അറ്റ് എൻഡ് ഓഫ് ദ ക്ലാസ് we have a session titled question of the day. So question of the day ക്ക് നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് വളരെ ഡിലിജന്റ് ആയിട്ട് കൃത്യമായി ഒബ്സർവ് ചെയ്യണം. Okay, and today we will be discussing the topic reported speech, also known as indirect speech. So people, are you ready for today's session? If you're ready, give me a fire in the comment box. Comment box ൽ ഫയർ ഇട്ടിട്ട് നിങ്ങൾ പറഞ്ഞു സർ ഞങ്ങൾ റെഡിയാണ് സർ. നമ്മൾ വളരെ ചുരുക്കി അല്ലെ, ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാതെ, ഒരുപാട് ഇലാബറേറ്റ് ചെയ്യാതെ, within the time of let's say 15 minutes we will wind this up. Okay, yes people, if you are ready, give me a fire in the comment box and you are giving me the confirmation that you are ready for this session. Okay, ready? ഞാൻ audible ആണ്, visible ആണ് എന്നൊക്കെ വിചാരിക്കുന്നു. എന്നെ കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. റെഡി ആണല്ലോ? റെഡി. അടിപൊളിയായിട്ടിരിക്കുക, ഗംഭീരമായിട്ടിരിക്കുക. And I suggest you to keep a notebook and a pen with you, or a pencil with you, so that you can work it out in your notebook. Okay, because yes, thank you people for the kind support you are providing me on a constant basis. I really appreciate that. I'm really thankful to that actually. പക്ഷെ ഇപ്പോഴും നമുക്ക് 179 എന്ന് പറഞ്ഞ കൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്കിതൊരു 200-300 എങ്കിലും നമ്മൾ എത്തിക്കണം. കാരണം ഇന്ന് ഈ ലൈവ് അവസാനിക്കുന്ന സമയത്ത് എത്രയാണോ നമ്മുടെ ലൈവ് കൗണ്ട്, your cash prize will be based on that. For example, if the live count while I'm ending this live, or while we are ending this live, if it is 300, your cash prize will be 300. So sir, why 1000 yesterday? Because yesterday was the first class. Okay, that is why we have announced 1000 rupees, but today we will be providing the cash prize according to the count of this live. So it is your responsibility to expand this live count. You have to send it to your friend. You have to propagate this live link to your friends and let them join the party, right? So let's have a beautiful night today. Let's have a beautiful session today. Hold on your seat belt. Let's begin, right? Yes people. And I think you are already familiar with the topic, or you at least have some kind of idea regarding the topic reported speech. But whenever I am teaching this topic in a class, whenever I am discussing this topic in the class, this is the kind of expression I get regularly from the students. A reported speech? Come on sir, are you serious? Sir, ഇത് പഠിപ്പിക്കാൻ പറ്റുന്നതാണോ സാർ വിചാരിക്കുന്നത്? Do you really think you are going to teach this? അങ്ങനെയാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ, അങ്ങനെയാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ, നമുക്ക് ഈ സാധനത്തിന് ഒന്ന് സിമ്പിൾ ആക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സോ ഹൗ മെനി ഓഫ് യു ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദ ടോപ്പിക് റിപ്പോർട്ടഡ് സ്പീച്ച് ഓർ indirect speech? If you are already familiar with the topic, give me a red heart in the comment box. And if you are not that much used to the topic of reported speech, give me a green heart in the comment box, please. And let's have an interactive class throughout this session. This is not going to be a one-way communication where the teacher is always speaking, blabbering something that you cannot connect with. Okay, നമ്മൾ രണ്ടുപേരും സംസാരിച്ചു പോകുന്ന ലൈവാണ് ഗാന്ധിജി സ്വപ്നം കാണുന്ന കിനാശേരി. So I want your complete cooperation throughout the class. I want an interactive class. So people, yes, most of you are giving me a red heart, and that will kind of make my job easier. But at the same time, I can see a few green hearts here and there. But still, I'll make sure that നിങ്ങൾക്ക് രണ്ടുപേർക്ക് മനസ്സിലാവും. Okay, ready ആണ്? Yes. Okay. And the obvious question whenever we are discussing a grammar topic is, what exactly is that?
Today we are discussing the topic reported speech, and the obvious question that you should ask before even beginning the class is, sir, what is reported speech? Sir, endana sir reported speech? That is an important question. You should have a thorough idea about what reported speech is. Then only we will venture out to understand more about that. എന്നിട്ട് മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ളതാണ്. എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി തരാം. ഇത് നമ്മൾ പണ്ട് ചെയ്തൊരു കാര്യമാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്ന ഈ കലാപരിപാടി നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് you were walking through the corridor of your school and suddenly you saw Abhijit of your class and Anaka of 4th B standing in a class and they're talking something, and you keep on standing there, and നിങ്ങൾ അവർ പറയുന്നത് eavesdrop ചെയ്ത് കേൾക്കുന്നു. സോ അനഘ, അഭിജിത്ത് അനഘയോട് പറയുന്നു, അനഘ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അനഘ ഐ ലവ് യു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനഘ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഭിജിത്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനഘയോട് പറയുന്നു, അനഘ ഐ ലവ് യു. നിങ്ങളത് കേൾക്കുന്നു. നിങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ, ഒരു ജാള്യതയുമില്ലാതെ you went straight to your principal's room and you say, principal sir. എന്നിട്ട് എന്ത് പറയുന്നു? അനഘ 4B അനഘ 4A അഭിജിത്തിനോട് എന്ത് പറഞ്ഞു? ഐ ലവ് യു എന്ന് പറഞ്ഞു സർ എന്ന് നിങ്ങൾ അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാ? ഹൗ ഡെയർ യു ഡു ദാറ്റ്? ബട്ട് യു ഹാവ് ഡൺ ദാറ്റ് സംഹൗ. നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടാ? ആ ചെയ്ത കലാപരിപാടിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിപ്പോർട്ടഡ് സ്പീച്ച് വിളിക്കുന്നത്. അഭിജിത്ത് of 4th A said I love you to Anagha of 4th B. What you have done is reported speech. നിങ്ങൾ അവിടെ ചെയ്ത പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് വിളിക്കുന്നത്. ഒരാള് 2 പേര് തമ്മിൽ സംസാരിക്കുന്ന, 2 പേരിൽ തമ്മിൽ നടന്ന ഒരു കോൺവെർസേഷൻ ഒരു തേർഡ് പേഴ്സൺ ആയിട്ടുള്ള നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. That, ladies and gentlemen, is a reported speech in simple terms. And I'll make it more clear for you if you want. Assume the scenario. നോക്കൂ, ഇങ്ങനെ ഒരു സിനാരിയോ നമ്മൾ അസ്യൂം ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ ഒരു സിനാരിയോ? ഇവിടെ എന്നെ നാസിർ ഫാറുദ്ദീൻ, എനിക്ക് എന്റെ നിക് നെയിം നാച്ചു എന്നാണ്. ഓക്കെ, സോ ഞാൻ ഒരു കുട്ടിയോട് പറയുന്നു, ഞാൻ ഇന്നലെ നിന്നെ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. ആൻഡ് ഇത് ആരെങ്കിലും ആയിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ബി എനിബഡി. ഇത് ഈ ചെക്കൻ ആ പെൺകുട്ടിയുടെ ബ്രദർ ആണെന്ന് അസ്യൂം ചെയ്യും. സോ ഈ ബ്രദർ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ പറയുന്ന ഡയലോഗ് അവൻ കേട്ടു. അവൻ നേരെ പോയിട്ട് ഈ കുട്ടിയുടെ തന്തയോട്, ഈ കുട്ടിയുടെ ഫാദറിനോട് ഇത് പോയി റിപ്പോർട്ട് ചെയ്തു. എന്താ പറയുന്നത്? അവൻ, അതായത് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, അതായത് ഇവളോട് പറഞ്ഞു, അവൻ കഴിഞ്ഞ ദിവസം അവളെ അമ്പലത്തിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന്. ഈ ചെക്കൻ ചെയ്ത ഈ പരിപാടിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് വിളിക്കുന്നത്. This is called indirect speech or reported speech. I know my career is over, but still my question is, did you understand? My career is over, it's okay, it's completely okay. But people, did you understand? That brother in every house, exactly, Sinan Sajir. Did you understand the thing? എനിക്ക് കാര്യം മനസ്സിലായോ? എന്താ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന സിമ്പിൾ ആയിട്ട് മനസ്സിലായോ? ഇതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഇത് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ചെയ്യാനാണ്. So if you have understood, please give me a fire in the comment box. Let the comment box burn with the fire. Let the comment box burn with your shout. Okay, right? കാര്യം മനസ്സിലായോ എന്ന് വിചാരിക്കും. ഇത് നമ്മൾ ഇത് എങ്ങനെ ചെയ്യാൻ പോകുന്നതാണ് പറയുന്നത്. And that is the more important thing. Yes, understanding reported speech is important, but at the same time you should know how to do it. Okay, അതെങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയാൻ കൂടെ വേണം. നോക്കിക്കോളെ. I have a doubt, sir. Let's take, please shoot. Okay, ശരി, നോക്കൂ. എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച്? എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്നൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നോക്കൂ, if we use the exact words of the speaker when we report the words of somebody, നമ്മൾ somebody ആരുടെയെങ്കിലും വേർഡ്സ് അതുപോലെ എക്സാക്ട് വേർഡ്സ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് ഡയറക്റ്റ് സ്പീച്ച് എന്നാണ്. ഫോർ എക്സാമ്പിൾ, എന്റെ അമ്മ പറഞ്ഞു, മോനെ നീ പാല് വാങ്ങിക്കൊണ്ടുവാ. അമ്മമ്മ ചോദിക്കുന്ന, അമ്മ എന്താ പറഞ്ഞ? അമ്മ പറഞ്ഞു, മോനെ നീ പാല് വാങ്ങിക്കൊണ്ടുവാ. ദാറ്റ് ഇസ് ഡയറക്റ്റ് സ്പീച്ച്. പറഞ്ഞ കാര്യം അതുപോലെ റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയറക്റ്റ് സ്പീച്ച് എന്ന് വിളിക്കുന്നത്. When the words of the speaker are reported, they are in indirect speech or reported speech. പക്ഷേ ആ പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് അതുപോലെ അതേ വേർഡിങ്സ് ഉപയോഗിക്കാതെ റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് വിളിക്കുന്നത്. ഒന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി.
ജേക്കബ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഡേവിഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനോട് പറയുന്നു എന്താ? I am not going to office today. I am not going to office today. ഞാൻ ഇന്ന് ഓഫീസിലേക്ക് പോകുന്നില്ല. How did you understand that it is a reported speech? Sir, because it has no. ഇത് എവിടെയാണ് ഇട്ടിട്ടുള്ളത്? ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ അല്ലെങ്കിൽ സ്പീച്ച് മാർക്സിനുള്ളിലാണ് ഈ സാധനം ഇട്ടിട്ടുള്ളത്. ആണല്ലോ, സ്പീച്ച് മാർക്സിനുള്ളിൽ ഇട്ടിട്ടുണ്ട്. എന്നാൽ ഇതേ സാധനം ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്പീച്ച് മാർക്സ് ഒന്നും അവിടെ ഉണ്ടാവില്ല. നോക്കൂ, ജേക്കബ് told David that he was I am not going. ഞാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താവും? അവൻ പോകുന്നില്ല എന്നാവും. He was not going to office that day. This is called indirect speech. This is called indirect. Yes, Lestrade, I can see your message and I know you have a doubt. Please shoot. Okay, please shoot. Lestrade is a cute cat. Okay, Lestrade is a cute cat. Yes, obviously, but that is not why we are here. Yes, please. നോക്കൂ, അപ്പോ ഒരു കാര്യത്തെ നമ്മൾ അയാൾ പറഞ്ഞ വേർഡിങ്സ് ഉപയോഗിക്കാതെ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഒരു റിപ്പോർട്ടഡ് സ്പീച്ച്, ഇതൊരു റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊരു റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്, ഇതൊരു ഡയറക്റ്റ് സ്പീച്ച് അല്ല, ഇതൊരു റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് എന്ന് മനസ്സിലായോ? ഒരു തംസ് അപ്പ് തന്നെ കമന്റ് ബോക്സിൽ. ഹൗ മെനി ഓഫ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് this is not a direct speech, rather this is a reported speech? How did you understand? It doesn't matter. നിങ്ങൾ ഇത് പറയണ്ട, പക്ഷെ മനസ്സിലായോ ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണെന്നുള്ളത്? Okay. Yes. Lestrade, you prefer Matti or I? ശരി, cool. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യം മനസ്സിലായി. നമ്മൾ ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവാണ് പതുക്കെ. നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലായോ? Yes. And I have a humble request as well. Please do like the live. Okay, നിങ്ങൾ ഈ ലൈവ് എന്ത് ചെയ്യുക? ഒന്ന് ലൈക്ക് ചെയ്യുക, ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് പരമാവധി ആളുകളിലേക്ക് എന്ത് ചെയ്യാൻ, ഇത് കമന്റ് ഈ ലൈവ് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ പ്ലീസ് ഡു ദാറ്റ്. ഓക്കെ, ശരി, നോക്കൂ. ഞാൻ ഈ സാധനത്തിനെ ഞാനൊന്ന് ഡിവൈഡ് ചെയ്യണം. I'm going to split this reported speech into 3 parts. Okay, have a close look. The first thing is Jacob told David. Second thing is that. Third thing, he was not going to office that day. Jacob told David. രണ്ടാമത്തെ പാട്ട് that. മൂന്നാമത്തെ പാട്ട് he was not going to office that day. I will explain the reason behind this splitting. Okay, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്താണ് ഇതിന്റെ റീസൺ എന്താണെന്നുള്ളത്. നോക്കിക്കോളാം, വളരെ സിമ്പിൾ ആണ്. ഇവിടെ ജേക്കബ് ടോൾഡ് ഡേവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ who told to whom എന്നാണ്. ആര് ആരോട് പറഞ്ഞു എന്നാണ്. Who told to whom. ഇനി ഞാൻ ആ മൂന്നാമത് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് what is being told. എന്താണ് പറഞ്ഞത്? What is being told. So the first part is who told to whom. ആര് ആരോട് പറഞ്ഞു. മൂന്നാമത്തെ part is what is being told. എന്ത് പറഞ്ഞു. ഈ നടുക്കുള്ള പാട്ട് ഈ ആരോട് പറഞ്ഞു എന്നതിനെയും എന്ത് പറഞ്ഞു എന്നതിനെയും കണക്ട് ചെയ്യുന്ന ഈ പാട്ടിനെ ഞാൻ ലിങ്കിങ് വേർഡ് എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ലിങ്കിങ് വേർഡ്. സോ എ റിപ്പോർട്ടഡ് സ്പീച്ച് സെന്റൻസ് ഹാസ് 3 parts generally. The first part is ആരോട് പറഞ്ഞു. 2 ലിങ്കിങ് വേർഡ്. 3 എന്ത് പറഞ്ഞു. സോ ഈ ആരോട് പറഞ്ഞു എന്ന ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്നത് റിപ്പോർട്ടിംഗ് ക്ലോസ് എന്നാണ്. എന്തു പറഞ്ഞു എന്ന് വിളിക്കുന്നതിനെ റിപ്പോർട്ടഡ് ക്ലോസ് എന്ന് വിളിക്കുന്നു. ഈ റിപ്പോർട്ടിംഗ് ക്ലോസിനെയും റിപ്പോർട്ടഡ് ക്ലോസിനെയും ലിങ്ക് ചെയ്യുന്ന സാധനത്തിനെ ലിങ്കിങ് വേർഡ് എന്ന് വിളിക്കുന്നു. സോ ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് സെന്റൻസ് ഈസ് ഈക്വൽ ടു റിപ്പോർട്ടിംഗ് ക്ലോസ് പ്ലസ് ലിങ്കിങ് വേർഡ് പ്ലസ് റിപ്പോർട്ടഡ് ക്ലോസ്. ഈസ് ദിസ് ക്ലിയർ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ഒരു റിപ്പോർട്ടഡ് സ്പീച്ച്, നിങ്ങളൊരു സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരു റിപ്പോർട്ടിംഗ് ക്ലോസ് ഉണ്ടാവും, അതിലൊരു ലിങ്കിങ് വേർഡ് ഉണ്ടാവും, അതിലൊരു റിപ്പോർട്ടഡ് ക്ലോസ് ഉണ്ടാവും. റിപ്പോർട്ടഡ് ക്ലോസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആരോട് പറഞ്ഞു, ദെൻ എന്ത് പറഞ്ഞു, അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ലിങ്കിങ് വേർഡും യൂസ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒരു റെഡ് ഹാർട്ട് ഇടാവോ? ഈ കാര്യങ്ങൾ മനസ്സിലായി വരും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒരു റെഡ് ഹാർട്ട് ഇടാവോ? If you're clear about these things, okay, please do put a red heart in the comment box so that I can understand you people are following me. Okay, yes, Sabbi, thank you for the confirmation. നോക്കിക്കോളെ, ഇതേ സാധനത്തിന് ഞാനൊന്ന് മാറ്റി എഴുതി തരാം. ഈ പറഞ്ഞ സാധനത്തിനെ തന്നെ I explain ഒന്നുകൂടെ ക്ലിയർ ആയിട്ട്, കുറച്ചുകൂടെ വിഷ്വൽ ആയിട്ട്. നോക്കും, ഇവിടെ
ജേക്കബ് ഡേവിഡിനോട് പറഞ്ഞു എന്ന ഭാഗത്ത്, താങ്ക് യു പീപ്പിൾ ഫോർ ദ കൺഫർമേഷൻ, താങ്ക് യു for the red heart you're showering on my comment box. Okay, so ഇവിടെ ജേക്കബ് ടോൾഡ് ഡേവിഡ് എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ക്ലോസ് ആണ്. എന്ത് ക്ലോസ് ആണ്? റിപ്പോർട്ടിംഗ് ക്ലോസ് ആണ്. ആരോട് പറഞ്ഞു? ഹി വാസ് നോട്ട് ഗോയിങ് ടു ഓഫീസ് ദാറ്റ് ഡേ എന്നുള്ളത് റിപ്പോർട്ടഡ് ക്ലോസ് ആണ്. റിപ്പോർട്ടഡ് ക്ലോസ് പറഞ്ഞാൽ എന്ത് പറഞ്ഞു എന്നാണ്. ഇനി ഇവിടെ ദാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലിങ്കിങ് വേർഡ് ആണ്. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം, അത് ടോൾഡ് ആണ്. അതായത് ആരോട് പറഞ്ഞു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത് എപ്പോഴും ടോൾഡ് ആവണം എന്നുണ്ടോ? ഇല്ല. ഇത് ചിലപ്പോൾ എന്താവാം? ഇത് ചോദിച്ചു എന്നാവാം, ആസ്ക്ഡ് എന്നാവാം. ഇത് ചിലപ്പോൾ എന്താവാം? റിപ്ലൈഡ് എന്നാവാം, ഉത്തരം കൊടുത്തു എന്നാവാം, ഇങ്ങനെയൊക്കെ ആവാം. സോ അവിടെ എന്തുകൂടെ ഉണ്ട്? അവിടെ റിപ്പോർട്ടിംഗ് വേർബ് കൂടെ ഉണ്ട്. ഓക്കെ, എന്തുകൂടെ ഉണ്ട്? റിപ്പോർട്ടിംഗ് വേർബ് കൂടെ ഉണ്ട്. സോ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക. ആൻഡ് if you want to take a screenshot of it, do it. Okay, or otherwise you have to write it down. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എഴുതി എടുത്താൽ കുറച്ചുകൂടെ നല്ലതാണ്. സോ ഇതാണ് ഒരു റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ സ്ട്രക്ചർ. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വരെ എങ്ങനെയാന്നൊക്കെ നമുക്ക് അതിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മൾ ഇതിനൊരു ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു വളരെ പെട്ടെന്ന്. സോ റിപ്പോർട്ടിംഗ് ക്ലോസ് ഉണ്ട്, പിന്നെന്തുണ്ട്? ലിങ്കിങ് വേർഡ് ഉണ്ട്, റിപ്പോർട്ടഡ് ക്ലോസ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി നോക്കിക്കോളെ, ഈ പറയുന്ന റിപ്പോർട്ടിംഗ് വേർബ് ഉണ്ടല്ലോ, ഈ പറയുന്ന എന്ത്? റിപ്പോർട്ടിംഗ് വേർബ്. അതായത് ഇവിടെ നിങ്ങൾ റിപ്പോർട്ടിംഗ് വേർബ് ആയിട്ട് ഉപയോഗിച്ചത് ടോൾഡ് ആണ്. എന്നാൽ ഇത് എപ്പോഴും ടോൾഡ് ആവണമെന്നില്ല. നോക്കൂ, നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ, ഒരു പ്രസ്താവനയാണെങ്കിൽ, എ സെന്റൻസ് ദാറ്റ് എൻഡ്സ് വിത്ത് എ പീരിയഡ്, എ സെന്റൻസ് ദാറ്റ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്, അല്ലെ? ഒരു ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസ്, അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുക. ഇൻ മലയാളം പ്രസ്താവന എന്ന് വിളിക്കും. സോ ഒരു പ്രസ്താവനയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട റിപ്പോർട്ടിംഗ് വേർബ് ഒന്നുകിൽ സെഡ് എന്നാണ്, അല്ലെങ്കിൽ ടോൾഡ് എന്നാണ്. ഒന്നുകിൽ സെഡ് എന്നാണ്, അല്ലെങ്കിൽ എന്താണ്? ടോൾഡ് എന്നാണ്. ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ജോൺ ജേക്കബിനോട് ചോദിക്കുകയാണ്, വാട്ട് ആർ യു ഡൂയിങ്, വാട്ട് ആർ യു ഡൂയിങ്. സോ വെൻ യു ആർ റിപ്പോർട്ടിംഗ് ദാറ്റ് സെന്റൻസ്, ഇറ്റ് ഷുഡന്റ് ബി ലൈക്ക് ജേക്കബ് said David. It should be like Jacob asked David. ജേക്കബ് ഡേവിഡിനോട് ചോദിച്ചു. അതൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ റിക്വസ്റ്റ്, യു ക്യാൻ സേ റിക്വസ്റ്റഡ്. റൂൾ ഓഫ് തമ്പ് ആണ് റിക്വസ്റ്റഡ്. ദെൻ കമാൻഡ് ആണെങ്കിൽ കമാൻഡഡ് എന്ന് പറയാം. അഡ്വൈസ് ആണെങ്കിൽ അഡ്വൈസ്ഡ് എന്ന് പറയാം. ഐ മീൻ ദർ ഇസ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഹിയർ. അഡ്വൈസ് ആണെങ്കിൽ അഡ്വൈസ്ഡ് എന്ന് പറയാം. സജഷൻ ആണെങ്കിൽ സജസ്റ്റഡ് എന്ന് പറയാം. So the reporting verb of a reported speech or an indirect sentence will change, will vary according to the type of sentence. This is the first idea you should put in here. Okay? And if it is a statement, the reporting verb is said or told. Paranju in the Malayalam. And if it is a question, asked or inquired. If it is a request, requested. And if you are brilliant enough to answer this question, chumma simple question aanu. If it is a reply, ഒരു ഉത്തരമാണെങ്കിലോ റിപ്ലൈ ആണെങ്കിലോ നിങ്ങൾ റിപ്പോർട്ടിംഗ് വേർബ് എന്തായിരിക്കും? റിപ്ലൈ ആണെങ്കിൽ റിപ്പോർട്ടിംഗ് വേർബ് എന്തായിരിക്കും? റിപ്ലൈ ആണെങ്കിൽ റിപ്പോർട്ടിംഗ് വേർബ് എന്തായിരിക്കും? ബി അഷ്യൂർഡ്. റിപ്ലൈ ആണെങ്കിൽ റിപ്പോർട്ടിംഗ് വേർബ് ഒന്നുമില്ലടാ. റിപ്ലൈ ആണെങ്കിൽ റിപ്പോർട്ടിംഗ് വേർബ് റിപ്ലൈഡ് ആയിരിക്കും. റൂൾ ഓഫ് തമ്പ്. റിപ്ലൈ ആണെങ്കിൽ എന്താണ്? റിപ്ലൈഡ് എന്നായിരിക്കും. എന്തായിരിക്കും? റിപ്ലൈഡ് എന്നായിരിക്കും. സിമ്പിൾ ആണല്ലോ, സിമ്പിൾ ആണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു the reporting verb of an indirect sentence will change according to the type of sentence. And the next thing we should address is linking word. അടുത്ത നമ്മൾ എന്താ പറയേണ്ടത്? റിപ്ലൈഡ്. ഓക്കെ, എന്താണ്? ലിങ്കിങ് വേർഡ് ആണ്. നോക്കൂ, yeah, proper linking word should be used as per the type of sentence we report. ടൈപ്പ് ഓഫ് സെന്റൻസിനനുസരിച്ച് എന്തും മാറും എന്ന് പറയുന്നു, ലിങ്കിങ് വേർഡ് മാറും പറയുന്നു. നിങ്ങളുടെ എക്സാമിന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ലിങ്കിങ് വേർഡ് എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ നമ്മൾ എടുത്ത ഈ എക്സാമ്പിൾ സെന്റൻസിൽ ലിങ്കിങ് വേർഡ് എന്താണ്? ദാറ്റ് ആണ്. ലിങ്കിങ് വേർഡ് എന്താണ്? ദാറ്റ് ആണ്. വൈ? ബിക്കോസ് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. ബിക്കോസ് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. നോക്കൂ, നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിന്റെ ലിങ്കിങ് വേർഡ് എന്തായിരിക്കും? That ആയിരിക്കും. For example, I am a teacher. So you can report it as Nasir Faruddin said that he was a teacher. Right? Nasir Faruddin said that he was a teacher. And if it is a WH question, if it is a question that begins with the word why, what, where, which, when,
who, how many, how far, how long, you have to use the same question word, same WH question word as the reporting verb. I'll make it clear for you. And before that, ഞാൻ പറയുന്ന കാര്യങ്ങൾ clear ആവുന്നുണ്ടെങ്കിൽ, because it's been a while since I have interacted with 10th CBSE students, so I'm not sure whether I'm going well or not, whether I'm going smooth or not. So you have to tell me whether I'm going good or not, okay? So if I'm going good, if I'm going smooth, please put a green heart in the comment box, okay? പറയുന്ന മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു പച്ച ഹാർട്ട് ഒന്ന് കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, ഞാൻ ഇന്നൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നോക്കൂ, എക്സ് എന്ന് പറഞ്ഞ ഒരാള് വൈ എന്ന് പറയുന്ന ഒരാളോട് ചോദിക്കുന്നു, വൈ ആർ യു ക്രൈങ്, വൈ ആർ യു ക്രൈങ്. അപ്പൊ നമ്മൾ എങ്ങനെയാ റിപ്പോർട്ട് ചെയ്യുക? എക്സ് ആസ്ക്ഡ് വൈ. ഇനി ഞാൻ ദാറ്റ് അല്ല എഴുതേണ്ടത്. എന്താ എഴുതേണ്ടത്? എക്സ് ആസ്ക്ഡ് വൈ ഹി വാസ് ക്രൈങ് എന്നാണ്. എന്താണ്? വൈ ഹി വാസ് ക്രൈങ് എന്നാണ്. സോ നിങ്ങൾക്ക് കിട്ടിയത് ഒരു WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ ലിങ്കിങ് വേർഡ് അതേ WH ക്വസ്റ്റ്യൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, വാട്ട് ആർ യു ഡൂയിങ്, ലിങ്കിങ് വേർഡ് വാട്ട്. Where are you going, linking word where. When will you come, linking word when. How much is this, linking word how much. Did you understand? Yes, I think you did. Okay, right. And next, if it is a WH question, if it is a WH question, നമ്മൾ പറഞ്ഞു. And if it is a yes or no question, എന്താണ് ഒരു yes or no question എന്തിലാണ് begin ചെയ്യുക? There are a number of yes or no question. Is this your mobile phone? Is this your pen? Are you a student? Did you eat your breakfast? ഇതൊക്കെ എന്താണ്? ഇതൊക്കെ yes or no question ആണ്. And how will you understand whether it is a yes or no question or not? Simple ആണ്. A yes or no question will always begin with an auxiliary verb. ഒരു yes or no question എപ്പോഴും മക്കളെ നിങ്ങളുടെ കമന്റ് ബോക്സിലെ ഗ്രീൻ ഹാർട്ട് ഞാൻ കാണുന്നുണ്ട്. Thank you everybody for the kind support and excitement you are showing. Yes, the question is yes or no question എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തിനാണ് സ്റ്റാർട്ട് ചെയ്യുക? എന്തിനാണ് സ്റ്റാർട്ട് ചെയ്യുക? ഓക്സിലറി വെർബിലാണ്. എന്തിനാണ്? ഓക്സിലറി വെർബിലാണ്. So you should know which are the auxiliary verbs in English. How many auxiliary verbs are there in English, sir? There are 24, which are is, am, are, was, were, do, does, did, has, have, had, will, would, shall, should, hold on a sec, can, could, may, might, must, used to, need to, dare to, ought to. Right? So people, my dear children, I believe you have a decent idea about the auxiliary verbs in English or helping verbs in English. If you don't, just go through it and study this, okay? And these are the 24 auxiliary verbs in English. And a yes or no question will always begin with one of this, okay? ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് വെച്ചിട്ടായിരിക്കും ഒരു yes or no question സ്റ്റാർട്ട് ചെയ്യുന്നത്. For instance, is this your pen? Am I happy? Are you going to Calicut? Was that your idea? Were they happy? Do you have a pen? Does he like the idea? Okay, ഇങ്ങനെ പോകും. സോ ഒരു yes or no question begin ചെയ്യുന്നത് എപ്പോഴും എന്തിലാണ്? ഓക്സിലറി വേർബ്സിലാണ്. ഇത് മനസ്സിലായെങ്കിൽ ഒരു ഫയർ ഇടാവോ കമന്റ് ബോക്സിൽ. ഓക്കെ, ഇത് മനസ്സിലായാൽ മാത്രം. ഓക്കെ, റെഡി. അപ്പൊ നോക്കൂ, if it is the yes or no question, നിങ്ങളുടെ ലിങ്കിങ് വേർഡ് it shouldn't be that, it shouldn't be a WH question. First of all, there is no WH question in a yes or no question. അപ്പൊ നിങ്ങൾ yes or no question ആണെങ്കിൽ അതിന്റെ ലിങ്കിങ് വേർഡ് എന്തായിരിക്കും? ഒന്നുകിൽ if ആയിരിക്കും, അല്ലെങ്കിൽ whether ആയിരിക്കും. You can either use if or whether. The safest option will be if, but I suggest you to use whether as well. Okay, പക്ഷെ സ്പെല്ലിംഗ് മാറി പോരുത്. W, it is very hot here. AC ഒന്ന് കൂട്ടാ കുറച്ചുകൂടെ. I'm sweating like a pig. Yes, so നോക്കൂ, അപ്പൊ ഇവിടെ if എന്ന് പറഞ്ഞാൽ വെദർ എന്ന് പറയും. ഇതിൽ ഏത് വേർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം?
നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൽ ഇഫോ വെതറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാവുള്ളൂ. ഓക്കെ, ശരി. ഇനി and if it is a suggestion, you can go for that. If it is a suggestion, it is that. And if it is a request or command or order, you have to say 2 plus v1. എന്താണ് 2 plus v1? For example, ഇപ്പോ നാച്ചു എന്ന് പറയുന്ന ഒരാളോട് പറയാണ് ഗെറ്റ് ഔട്ട് എന്ന് പറയാണ്. എന്ത് പറയാണ്? ഗെറ്റ് ഔട്ട് എന്ന് പറയാണ്. അപ്പൊ ഞാൻ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ഒന്നുമില്ല, നാച്ചു ordered him 2 plus v1 അല്ലേ? അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ടു ഗെറ്റ് ഔട്ട്. എന്താണ്? ടു ഗെറ്റ് ഔട്ട്. ഇത്രേ ഉള്ളൂ പരിപാടി. ടു ഗെറ്റ് ഔട്ട് ഇത്രേ ഉള്ളൂ സർ പരിപാടി. ഓക്കെ, ശരി. അപ്പൊ ഇതാണ് പരിപാടി. എന്താ? ലിങ്കിങ് വേർഡിന്. അപ്പൊ നമ്മൾ പറഞ്ഞതാ റിപ്പോർട്ടിംഗ് വേർബ് വിൽ ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടൈപ്പ് ഓഫ് സെന്റൻസ്. ലിങ്കിങ് വേർഡ് വിൽ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് സെന്റൻസ്. സോ ഇതൊന്ന് ഓർമ്മിച്ച് വെക്കാൻ നമുക്ക് ഇത് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഒരു സെന്റൻസിനെ എന്താണ് പറഞ്ഞത് എന്നതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. നോക്ക്, ഞാൻ ഇപ്പൊ ഈ സ്ലൈഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഇതിനനുസരിച്ച് മാറ്റണേ. ഓക്കെ, ഇവിടെ നാസ എന്ന് പറയുന്ന ഒരാള് പറയുന്നു, എന്താ പറയുന്നത്? യെസ്, വാട്ട് ആർ യു റീഡിങ്? വാട്ട് ആർ യു റീഡിങ്? ഈ നാസർ എന്ന് പറയുന്ന ആളിത് ചോദിക്കുന്നത് യെസ് വിഷ്ണു എന്ന് പറഞ്ഞ ഒരാളോടാണെന്ന് വിചാരിക്കും. നാസർ ഈസ് ആസ്കിംഗ് ടു വിഷ്ണു, വാട്ട് ആർ യു റീഡിങ്? നീ എന്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്? നാസർ ഈസ് ആസ്കിംഗ് വിഷ്ണു, വാട്ട് ആർ യു ഡൂയിങ്? Nacho, Jason, that's my name. That's my nickname. How dare you use that name? Okay, ശരി. So നാസർ എന്ന് പറയുന്ന ആള് നാസർ. ഇനി ഞാൻ എഴുതേണ്ടതാ റിപ്പോർട്ടിംഗ് വേർബ് ആണ്. സിൻസ് ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ, ഇതൊരു ചോദ്യം ആയതുകൊണ്ട് ഞാൻ ഉപയോഗിക്കേണ്ട റിപ്പോർട്ടിംഗ് വേർബ് ആസ്ക്ഡ് എന്നാണ്. അപ്പൊ എന്താണ്? നാസർ ആസ്ക്ഡ് ആരോട്? വിഷ്ണുവിനോട്. നാസർ ആസ്ക്ഡ് വിഷ്ണു. ഇനി ഞാൻ എഴുതേണ്ട സാധനത്തിന്റെ പേര് ലിങ്കിങ് വേർഡ് എന്നാണ്. ഇവിടെ WH ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇതേ ക്വസ്റ്റ്യൻ വേർഡ് ഞാൻ എന്തായിട്ട് ഉപയോഗിക്കുന്നു? ലിങ്കിങ് വേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഇനി നോക്കുക, ഇനി ബാക്കി ഇത്രയും സാധനമില്ലേ? ഈ സാധനത്തിനെ ഈ സാധനത്തിന്റെ ടെൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ബാക്ക് ഷിഫ്റ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ബാക്ക് ഷിഫ്റ്റ് ചെയ്യണം. എന്താണ് സാർ പറഞ്ഞുതരാം. ഈ സാധനത്തിന്റെ ടെൻസ് നിങ്ങൾ ബാക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പരീക്ഷാ പേപ്പറിൽ തന്ന ആ സെന്റൻസിനെ നിങ്ങൾ പാസ്റ്റിലേക്ക് മാറ്റണം. മനസ്സിലായില്ല? വാട്ട് ആർ യു ഡൂയിങ് എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വാട്ട് ഹി വാസ് ഡൂയിങ് എന്നാക്കും. ബിക്കോസ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ഓൾറെഡി ഡൺ ആൻഡ് ഡസ്റ്റഡ്. ആ പറഞ്ഞ കാര്യം പാസ്റ്റിലായി. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആ പറഞ്ഞ കാര്യം പാസ്റ്റിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ സെന്റൻസിനെ എന്തിലേക്ക് മാറ്റിക്കൊള്ളണം? പാസ്റ്റിലേക്ക് മാറ്റിക്കൊള്ളണം. അതിന് ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേം ആണ് യു ഹാവ് ടു ബാക്ക് ഷിഫ്റ്റ് ദ ടെൻസ്. യു ഹാവ് ടു വാട്ട്? You have to back shift the tense, and from now on we will be elaborating on the back shifting of tense, and that is where you have to be super attentive, because this is not something that you can imbibe so easily. But if you have a thorough idea or a decent idea about this, you may be able to imbibe this so quickly. But I'm talking about the majority of students who have some kind of confusions regarding this topic. So people, if you are ready for the next part of this video, I want you to say I am ready sir in the comment box. ഒന്ന് പറഞ്ഞേടാ ഒരുമിച്ച. സർ ഞങ്ങൾ റെഡിയാണ് സർ, നമുക്ക് പഠിക്കാം സർ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി ആ ബാക്ക് ഷിഫ്റ്റിംഗും കൂടെ പഠിച്ച റിപ്പോർട്ട് സ്പീച്ച് കഴിഞ്ഞു. Okay, yes, give me an okay, what is that? What do you do yaar? Okay, so you people are conversing with each other, not including me. I'm talking here. I'm teaching you people. Please. Right. So ready on. അടിപൊളിയായിട്ടിരിക്കും. ഓക്കെ, അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോയുടെ ലൈക്ക് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചുമ്മാ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയിടാം. ഇപ്പൊ 153 ലൈക്സ് ആണുള്ളത്. ബാക്കിയുടെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് നോക്കി. ചുമ്മാ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ഡോണ്ട് ഗോ എനിവേർ പീപ്പിൾ, ബിക്കോസ് ഒരു ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ഇസ് വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ, ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് യു വിൽ ബി ഏബിൾ ടു പിക്ക് ഇറ്റ്. ഓക്കെ, യെസ്, ഓക്കെ, റെഡി, ശരി. അപ്പൊ നോക്കിക്കോളെ, ദിസ് ഇസ് ദ ഫസ്റ്റ് റോ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെന്റൻസ്
സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ നമുക്ക് ആ ടെക്നിക്കൽ ടേംസ് വിടാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെന്റൻസ് V1 ആണെങ്കിൽ നിങ്ങളത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്തോളണം? V2 ലേക്ക് കൺവേർട്ട് ചെയ്തോളണം. ആൻഡ് ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഐഡിയ. ഐ ടെൽ യു വൈ. V1 കണ്ടാൽ V2 ലേക്ക് ആക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്. സർ എന്താണ് സർ V1, എന്താണ് സർ V2 എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, എക്സ് എന്ന് പറയുന്ന ഒരാൾ പറയുന്നു he play cricket. സിമ്പിൾ സെന്റൻസ്. സോ ഈ പ്ലേ എന്ന് പറയുന്ന വേർബ് എന്താണ്? V1 ആണ്. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എക്സ് സെഡ് ദാറ്റ് ആരോടെങ്കിലും പറഞ്ഞോട്ടെ he played cricket എന്നാവും. he play cricket എന്നുള്ള എന്താവും? he played cricket എന്നാവും. സോ V1 എന്നുള്ളത് എന്താവും? V2 ആവും. V1 എന്താവും? V2 ആവും. ഇതാണ് ഇതിന്റെ ബേസിക് ഐഡിയ. ദിസ് ഇസ് ദ ബേസിക് ഐഡിയ. പക്ഷേ നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചോദിക്കില്ല. യു ഹാവ് ടു അപ്ഡേറ്റ് യുവർ നോളജ്, യു ഹാവ് ടു അപ്ഗ്രേഡ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് റിഗാർഡിംഗ് ദ V1 V2 കോൺസെപ്റ്റ്. ഓക്കെ, ഐ എക്സ്പ്ലെയിൻ. ആൻഡ് അതിനു മുമ്പ് ഈ V1 എന്താ V2 എന്താ നിങ്ങൾക്ക് അറിയാമല്ലോ. പ്ലീസ് ഗിവ് മി എ തംസ് അപ്പ് ഇൻ ദ കമന്റ് ബോക്സ് ഇഫ് യു നോ വാട്ട് V1 ആൻഡ് V2. അല്ലെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയുന്ന എല്ലാ വേർബിനും V1 V2 ഉണ്ട് അല്ലെ, V3 ഉണ്ട്. ജമ്പിന്റെ V2 എന്താണ്? ജംപ്ഡ് ആണ്. ഡ്രൈവിന്റെ V2 എന്താണ്? ഡ്രോവ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേർബ് ഈറ്റ്, V2 എന്താണ്? എയ്റ്റ് ആണ്. സിംഗ് V1, സിംഗിന്റെ V2 എന്താണ്? സാങ് ആണ്. ബൈ V1, ബൈയുടെ V2 എന്താണ്? ബോട്ട് ആണ്. ബ്രിങ് V1, ബ്രിങ്ങിന്റെ V2 എന്താണ്? ബോട്ട് ആണ്. So you know V1 V2 concept, okay? And that is not something I should elaborate on a 10 standard. I'm pretty aware of that. So I'll not venture out to explain what V1 and V2 to you. Rather, let's discuss the nuances in that. Okay? അതിലെ nuances നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോളെ. ഇവിടെ ഞാൻ പറഞ്ഞു V1 വന്നാൽ എന്തിലേക്ക് മാറ്റിക്കോളാം? V2 ലേക്ക് മാറ്റിക്കോളാം. V1 വന്നാൽ എന്തിലേക്ക് മാറ്റിക്കോളാം? V2 ലേക്ക് മാറ്റിക്കോളാം. ഇതാണ് കോൺസെപ്റ്റ്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? നിങ്ങൾ കൃത്യമായിട്ട് കേട്ടോളെ. ഇത് മനസ്സിലാക്കലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയ. യു ഹാവ് ടു ഹാവ് എ തറോ ഐഡിയ റിഗാർഡിംഗ് ദ V1 V2 ഇൻ ഇംഗ്ലീഷ്. നോക്കിക്കോളെ, V1 V2. ശരി, ഞാനൊരു ഓക്സിലറി വെർബ് പറയാം. ഫോർ എക്സാമ്പിൾ, ഈസ് എന്ന് പറഞ്ഞ ഓക്സിലറി വെർബ്, ആം എന്ന് പറഞ്ഞ ഓക്സിലറി വെർബ്, ആർ എന്ന് പറഞ്ഞ ഓക്സിലറി വെർബ്. സോ ഏതൊക്കെയാണ് ഓക്സിലറി വെർബ്? ഈസ്, ആം, ആർ. ഈസ്, ആം, ആർ. ഈ മൂന്ന് ഓക്സിലറി വെർബ്സും V1 ആണ്. അല്ലെങ്കിൽ ഈ മൂന്ന് ഓക്സിലറി വെർബ്സും പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ്സ് ആണ്. ഈസ്, ആം, ആർ ഇതൊക്കെ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ആണ്. ഇതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണെന്ന് അറിയോ മക്കൾക്ക്? ഈ ഈസ്, ആം, ആറിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവാണ്. ഈസ്, ആം, ആർ ഇതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഇതിന്റെ പാസ്റ്റ് ടെൻസ് വാസ് ആൻഡ് വേർ ആണ്. എന്താണ്? വാസ് ആൻഡ് വേർ ആണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് സം ഓഫ് യു ഹാവ് ദിസ് misunderstanding that was is the past tense of were. Was, were, because it rhymes quite easily. Was is the V2 of were. That is not how it works. Okay, is, am, are ഇത് മൂന്നും ആണ് എന്ത്? V1. ഇതിന്റെ past tense ആണ്. ഇതിന്റെ V2 ആണ് എന്ത്? was ഉം were. ശരി, വെരി ഗുഡ്. ആൻഡ് കുറെ പേര് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. അടുത്തത് do and does. Do and does ഇത് രണ്ടും എന്താണ്? V1 ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ വരാം, സർ എന്തിനാണ് സർ രണ്ട് V1? അതൊന്നുമില്ല, അത് ഞാൻ പിന്നീട് മറ്റൊരു ലൈവിൽ പറയാം. ഒന്ന് സിംഗുലർ ആണ്, ഒന്ന് പ്ലൂരൽ ആണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഈസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ആർ പ്ലൂരൽ ആണ്, ആം എന്ന് പറയുന്ന ഐയുടെ കൂടെ മാത്രം വരുന്ന സ്പെഷ്യൽ കേസ് ആണ്. ഡു പ്ലൂരൽ ആണ്, ഡസ് സിംഗുലർ ആണ്. ഇതാണ് പ്രോഗ്രാം, ഇതാണ് പരിപാടി. ഓക്കെ, അപ്പൊ ഡു ഡസ് എന്താണ്? V1 ആണ്. ഡിഡ് എന്താണ്? V2 ആണ്. ഡു ഡസ് എന്താണ്? V1 ആണ്. ഡിഡ് എന്താണ്? V2 ആണ്. അടുത്തത് നോക്കിക്കോളെ, ഹാസും ഹാവും V1 ആണ്, അതിന്റെ V2 ആണ് ഹാഡ്. ഹാസും ഹാവും V1 ആണ്, അതിന്റെ V2 ആണ് ഹാഡ്. അടുത്തത് വില്ലിന്റെ V1 ആണ് വുഡ്. ഷോളിന്റെ V1 ആണ് ഷുഡ്. ക്യാനിന്റെ V1 ആണ് കുഡ്. മേഡ്, MAY മേഡ് V2 ആണ്. സോറി, V2 ആണ്. മേഡ് V2 ആണ് എന്ത്? മൈറ്റ്. മേഡ് V2 ആണ് എന്ത്? മൈറ്റ്. ആൻഡ് ദിസ്, ladies and gentlemen, you should have a thorough idea about. Okay, is, am, are in the V2 ആണ്. was, were. do, does in the V2 ആണ്. did. has in the have in the V2 ആണ്. had. will in the V2 would. shall in the V2 should. can in the V2 could. made V2 might.
ഇത്രയും കാര്യങ്ങൾ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം whenever you are trying to transform a direct sentence into an indirect sentence, because you know the rule is whenever there is a V1 verb you have to transform that into V2. But please don't be arrogant enough to assume that എല്ലാ വേർബും നിങ്ങൾക്ക് അറിയുന്ന വേർബിന് മാത്രമേ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ആക്ഷൻ വേർബിന് മാത്രമേ V1 V2 ഉണ്ട് എന്ന്. പ്ലീസ് ഡോണ്ട് ബി arrogant enough to assume that. Rather make sure that auxiliary verbsനും എന്തുണ്ട്? V1 V2 ഉണ്ട്. ഫോർ എക്സാമ്പിൾ he is reading എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് he was reading എന്നാവും. he has bought a car എന്നത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് he had bought a car എന്നാവും. ഇത്രയും കാര്യം മനസ്സിലായെങ്കിൽ കമന്റ് ബോക്സിൽ പ്ലീസ് പുട്ട് എ ഫയർ. ഓക്കെ ഓക്കെ ആൻഡ് ലെറ്റ് ദ കമന്റ് ബോക്സ് ബേൺ വിത്ത് യുവർ ഫയർ. പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? V1 V2 എന്ന് പറയുമ്പോൾ പോലും ആൻഡ് ദിസ് പെർട്ടിക്കുലർ ഐഡിയ ഈസ് സൂപ്പർ ഇമ്പോർട്ടന്റ് മൈ ഡിയർ ചിൽഡ്രൻ. യെസ്, റെഡി ആണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒരു റെഡ് ഹാർട്ട് ഇടാം. യെസ്, നമ്മൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. വിത്തിൻ ദ നെക്സ്റ്റ് 18 minutes we will wind this session. Okay, yeah, we will wind this session up. Okay, right, yes, cool. Yes, next understanding. If it is the V2, you have to transform it to had plus V3. The rule is if it is past. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെന്റൻസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെന്റൻസ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ V2ലാണെങ്കിൽ നിങ്ങൾ അതിനെ പിന്നെയും പാസ്റ്റിലേക്ക് വരികയാണ്. പാസ്റ്റിന്റെ പാസ്റ്റ് എന്താ? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2 ആണെങ്കിൽ ഹാഡ് പ്ലസ് V3യിലേക്ക് മാറ്റിക്കൊള്ളണം. V2 ആണെങ്കിൽ എന്തിലേക്ക് മാറ്റിക്കൊള്ളണം? ഹാഡ് പ്ലസ് V3യിലേക്ക് മാറ്റിക്കൊള്ളണം. ഫോർ എക്സാമ്പിൾ he drove a car. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെന്റൻസ് he drove a car എന്നാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അറിയാം ഡ്രോവ് എന്ന് പറയുന്നത് V2 ആണ്. ഇത് ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് എന്താവും? ഇത് ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് he had driven a car എന്നാവും. he had driven a car എന്നാവും. കാരണം ഇതാണ് എന്ത്? ഇതാണ് had plus V3. ഇതാണ് എന്ത്? had plus V3. സോ V2 എന്നുള്ള എന്താവും? had plus V3 ആവും. റെഡി സൂപ്പർ, അടിപൊളി. അടുത്തത് ഇനി നോക്കിക്കോളെ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈസ് ആം ആറ് വന്നാൽ വാസ് വേറെ. ഇനിയിപ്പോ ഈസ് ആമിന്റെ ആറിന്റെ കൂടെ ആര് IN ചെയ്യണമെങ്കിൽ അതും കൂടെ നിങ്ങൾ എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഹി ഈസ് റീഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് പ്ലസ് ING ആണ്. അപ്പൊ അത് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എന്താവും? ഹി വാസ് റീഡിങ് നൗ. എന്താവും? ഹി വാസ് റീഡിങ് നൗ. ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, അടുത്ത് വാസ് ഓർ വേർ പ്ലസ് ING. വളരെ പ്രധാനപ്പെട്ടതാണ്. Was or verb plus ING വന്നാൽ had been plus ING ആവും. And my dear children, this is not very easy to by heart or to remember this logically, because if it is am are, you can logically think it will convert into was or were. But what if it is was or were? Was or were ആണെങ്കിൽ എന്താവും? Was or were ആണെങ്കിൽ had been plus ING ആവും. Was or were ആണെങ്കിൽ എന്താവും? had been plus ING ആവും. For example, for instance, he was reading എന്നുള്ളത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് he had been reading now. എന്താവും? he had been reading now. എന്താവുടാ? was എന്നുള്ളത് എന്താവും? had been plus ING ആവും. was plus ING എന്താവും? had been plus ING ആവും. ഇത് മനസ്സിലായെങ്കിൽ ഒരു thumbs up ഇട്ടേ കമന്റ് ബോക്സിൽ. ഇത് മനസ്സിലായെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു thumbs up ഇടണേ. മനസ്സിലായെങ്കിൽ മാത്രം. ഓക്കെ, റെഡി. live it as much as you can. what? ഓക്കെ, യെസ്, റൈറ്റ്, അടിപൊളി. ഓക്കെ, നോക്കൂ അടുത്തത്. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണെങ്കിലോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹാസും ഹാവും വന്ന ഹാഡാണ്. അപ്പൊ പിന്നെ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 വന്ന എന്താവും? ഹാഡ് പ്ലസ് V3 ആവും. V3നെ നിങ്ങൾ അനക്കണ്ട, ഈ ഹാസിനെയും ഹാവിനെയും മാത്രം മാറ്റിയാൽ മതി. ഓക്കെ, സോ ഹാസ് ഓർ ഹാവ് വന്നു കഴിഞ്ഞാൽ എന്താവും? ഹാഡ് പ്ലസ് V3 ആവും. നിങ്ങൾക്കറിയാം ഈ ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ് will always be accompanied by a V3. ഹാസിന്റെയും ഹാവിന്റെയും ഹാഡിന്റെ കൂടെ എപ്പോഴും എന്തേ വരുള്ളൂ? V3 വരുള്ളൂ. അപ്പൊ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 വന്നാൽ ഹാഡ് പ്ലസ് V3 ആവും. ഇനി അടുത്തതോ had plus V3 ആണെങ്കിലോ നോക്കിക്കോളെ. had plus V3 ആണെങ്കിലോ no change, had plus V3, because you cannot back shift an already past perfect sentence. ഒരു past perfect ആയ സെന്റൻസിനെ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ബാക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനർത്ഥം നിങ്ങളുടെ സെന്റൻസിൽ had plus V3 ആണെങ്കിൽ don't do anything, just had plus V3 തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ശരി. അടുത്ത has been plus have been plus ING ആണെങ്കിലോ സിമ്പിൾ ആണ്. had been, അതെ ഇവിടെ ഹാസ് കണ്ടില്ലേ നമ്മള്. സോ ഹാസും ഹാവും കണ്ട ഹാഡ് ആവും. അപ്പൊ ഹാസ് ബീൻ ആയാലും ഹാവ് ബീൻ ആയാലും എന്തായിക്കോളും? ഹാഡ് ബീൻ ആയിക്കോളും. അടുത്തത് had been plus ING ആണെങ്കിലോ ഒരു മാറ്റവും ഇല്ല. ഹാഡ് കണ്ടാൽ പിന്നെ അത് പിറകോട്ട് പോവില്ല.
ഹാഡ് വന്നോ, ഹാഡ് പ്ലസ് V3 ആണോ, പിറകോട്ട് പോവില്ല. ഹാഡ് ബീൻ പ്ലസ് V3 ING ആണെങ്കിലോ പിറകോട്ട് പോവില്ല. ഓക്കെ, ശരി. ഇനി ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. വില്ല് വന്ന വുഡ്, ഷാള് വന്ന ഷുഡ്, ക്യാൻ വന്ന കുഡ്, മേ വന്ന മൈറ്റ്. കാരണം വില്ലിന്റെ V2 ആണ് വുഡ്, ഷാളിന്റെ V2 ആണ് ഷുഡ്. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾ ബാക്ക് ഷിഫ്റ്റിൽ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യങ്ങൾ. ഇനി ഈ കാര്യങ്ങളെ ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു തരട്ടെ. ഇത്രയേ ഉള്ളൂ പരിപാടി. നോക്കൂ, ഇതാ V1 വന്നാൽ V2 വന്നാൽ ഹാഡ് പ്ലസ് V3. ഇനി ഇതൊന്ന് ഓർമ്മിച്ച് വെക്കണേ. ഈസാം ആർ പ്ലസ് ING വന്നാൽ വാസ് ഓഫ് വേർബ് പ്ലസ് ING ആണ്. വാസ് ഓഫ് വേർബ് പ്ലസ് ING വന്നാൽ ഹാഡ് ബീൻ പ്ലസ് ING ആവും. എന്താവും? ഹാഡ് ബീൻ പ്ലസ് ING ആവും. ഇത്രയും കാര്യങ്ങൾ മിനിമം ഓർമ്മിച്ച് വെക്കുക. ഇനി V1 വന്നാൽ V2 ആവും എന്നുള്ളതിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈസാം ആർ വന്നാൽ വാസ് വേർ ആവും, ഡു ഡസ് വന്നാൽ ഡിഡ് ആവും എന്ന് ഓർമ്മിച്ച് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മക്കള് ഈ ചോദ്യങ്ങൾ ചെയ്യാൻ ഓർമ്മിച്ച് വെക്കേണ്ടത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യും. ഇത്രയും കാര്യം മനസ്സിലായെങ്കിൽ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി സർ നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം എന്നാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ യെസ് സർ എന്ന് പറയാം. ഓക്കെ, റൈറ്റ്. ബിക്കോസ് ഇൻ ദ ബിഗിനിങ് I have already told you that I have already told you that this is going to be an interactive class where we will both participate in a very positive note. Otherwise, this is going to be a boring, mundane, everyday class. What is the point of doing that in an online session? So please let me know your comments or your feedbacks throughout the session through the comment box. Okay, ready? Are you? Yes. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളാം. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ദിസ് വന്നാൽ ദാറ്റ്, ഇത് എന്ന് പറഞ്ഞാൽ അതിലേക്ക് മാറ്റിക്കളാം. നമ്മുടെ ലോജിക്കാണ് അല്ലെ. നമ്മളിപ്പോ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ A എന്ന് പറഞ്ഞാൽ ഞാൻ Bയോട് പറയാം ഇത് എന്റെ പുസ്തകമാണ്, ദിസ് ഈസ് മൈ ബുക്ക്. പക്ഷെ ഇത് വേറെ ആൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവനോട് പറഞ്ഞു ഇത് എന്റെ പുസ്തകമാണെന്നാണോ? അല്ല, അത് അവന്റെ പുസ്തകമാണെന്നാണ്. അപ്പോ ദിസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് എന്നാവും, ദിസ് എന്താവും, ദാറ്റ് ആവും. ദീസ്, ഇവ, അവ, ദോസ് ആവും. ഹിയർ, ഇവിടെ, ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവൻ അവിടെ ഇരിക്കുന്നു എന്നാവും. ഓക്കെ, സോ ഹിയർ എന്നുള്ളത് there ആവും. നൗ, ഇപ്പോൾ എന്നുള്ളത് അപ്പോൾ ആവും. then ആവും. ടുഡേ, ഇന്ന് എന്നുള്ളത് അന്ന്. that day ആവും. റൈറ്റ്, പവർ ആണല്ലോടാ, പവർ ആണല്ലോ. ഓക്കെ, യെസ്, യെസ് സർ. ഓക്കെ, ധന്യ ദിനേശ് says yes sir. ഓക്കെ, യെസ് സർ. ഓക്കെ, അപ്പൊ ടുഡേ എന്നുള്ളത് that day ആവും. tonight, ഇന്ന് രാത്രി എന്നുള്ളത് അന്ന് രാത്രി ആവും. ടുമോറോ, നാളെ എന്നുള്ളത് അടുത്ത ദിവസം, the next day എന്നാവും. yesterday, ഇന്നലെ എന്നുള്ളത് the previous day, കഴിഞ്ഞ ദിവസം എന്നാവും. ലാസ്റ്റ് നൈറ്റ് എന്നുള്ളത് the night before ആവും. ago എന്നുള്ളത് before ആവും. ഇത്രയും കൂടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓർമ്മിച്ച് വെച്ചാൽ മതി. ബാക്കി നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്കൊരു 10 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. ആ 10 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നു. ആൻഡ് at the end of the session you will get something called question of the day. And I want everybody to stay here till the end of this class, and I'll not bother you more than 10 minutes. So people, are you ready for the next 10 minutes? ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ, യൂസ്ഫുൾ ആവുന്നുണ്ടോടാ? Yes, this is the first time I'm meeting you. I mean, most of you. Okay, കുറെ ആളുകൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. So I was kind of confused at the beginning of the class how I should present things. I'm always an excited teacher. I'm always a passionate teacher. I always wanted to shout, jump, dance in front of the students. And that is how I teach. And since it is an online class, I have my own limitations to put forward things in a very interesting, informative manner. But still, I believe that almost I have performed things. Instead of saying I have taught things, I have performed things. കാര്യം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ചോദ്യത്തിന്റെ ഉത്തരത്തോടൊപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. Yes, you will do that. Okay. Yes, no, leave that. So practice it's not make, it's makes. There is grammatical mistake here, but this is not done by me. So practice makes perfect. Let's practice. So നമ്മൾ കുറച്ച് questions എന്ത് ചെയ്യാൻ പോവാണ്, പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, for the next 10 minutes people, I want you to be here. Just leave all your works. ബാക്കിയുള്ള എല്ലാ വർക്കുകളും എന്ത് ചെയ്യും, മാറ്റി വെക്കൂ. നമുക്കൊരു 10 മിനിറ്റ് ഇവിടെ ഈ മൊമെന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. And here we go. The question: Abhilash and Neha had a conversation about the inauguration of Neha's dance academy. So they are giving, through this question, they are giving me,
Etai coffee. So they're giving us the context of this reported speech. Abhilash and Neha had a conversation about the inauguration of Neha's dance. Okay, we understood. Report Abhilash question. So you have to report, you are asked to report the question of Abhilash. So from the question itself, we understood that what you have to report is the question. So you can decide the reporting verb and linking word in according to the question. And let's analyze this question. You are asked to report this question. And നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് so നിങ്ങൾക്ക് എന്നേക്കാൾ മുമ്പ് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. Okay, you can answer the question before, I mean faster than me, but I'll make sure that any question in the I'll elaborate, I'll explain. And let's analyze this question. What kind of a question is this? There are two types of questions in English. One is WH question and the other one is yes or no question. How can I distinguish between the two? Sir, that is a layman's question. That is a simple task. That is a cakewalk. Sir, if it is a WH question, either WH question or the question will begin with a WH question word. What, why, where, which, when, who, how long, how far. But since the question begins with an auxiliary verb, I can easily understand that this is a yes or no question. So this is a yes or no question. So I'll start reporting this. I'll report Abhilash ആണ് question ചോദിച്ചത്. The question is asked by Abhilash, so I'll begin with Abhilash. Okay? Abhilash asked. Why did I write asked? Because it is a question. ചോദ്യമാണെങ്കിൽ if it is a question, the reporting verb should be asked or inquired. You can use either of it. So I went for asked. So Abhilash asked Neha. Abhilash asked Neha. The next thing I should write is a linking word. So how should I select linking word? Linking word should be in accordance with the type of sentence. So here, when I'm analyzing the question, I can easily understand that this is the yes or no question. And yes or no question linking word endana? If on. Yes or no question linking word endana? If on. This is something we have already learned. If you haven't got this already, just go through this again and get used to it. Okay, if it is a yes or no question, then if no, whether no, yes, I can see a lot of you have already answered the question, but I'm talking to those people who haven't understood this so far. Okay, right. I mean, people, please don't be worried or bothered about unnecessary comments in the comment box. That is none of your business to take care of that. Let them do whatever they want. If you want to study, just keep here, just stay here and observe me, concentrate. Okay, yes. So where were we? Yes, Abhilash asked Neha if is a linking word. Your best friend എന്നുള്ളത്, അതായത് ആഫ്റ്റർ ലിങ്കിങ് വേർഡ് ഐ ഷുഡ് റൈറ്റ് ദ സബ്ജക്ട്. അപ്പൊ യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളത് അവളുടെ ഹെർ ബെസ്റ്റ് ഫ്രണ്ട് എന്നാവും. If her best friend is helping, is or am or are plus ing എന്താവും, was over plus ing ആവും. Was helping now എന്താവും, was helping you എന്നുള്ളത് was helping her in this venture എന്നുള്ളത് that venture now എന്താവും, that venture now. And that makes an important question. Sir, why did you use was? Because you have two options. Sir, എന്തിനാ അവിടെ was ഉപയോഗിച്ചത്? ഈസോ ആമോ ആറോ വന്നു കഴിഞ്ഞാൽ സാറിന് വാസും ഉപയോഗിക്കാം, വേറും ഉപയോഗിക്കാം. Then still why did you use was? Because I have selected was because ഇവിടെ her best friend എന്നുള്ളതാണ് സബ്ജക്റ്റ്. her best friend എന്നുള്ളത് എന്താണ്? സിംഗുലർ ആണ്. എന്താണ്? സിംഗുലർ ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ എന്ത് ഉപയോഗിച്ചത്? വാസ് ഉപയോഗിച്ചത്. ഹെർ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നായിരുന്നെങ്കിൽ ഞാനിവിടെ എന്ത് ഉപയോഗിച്ചേനെ? വേർ ഉപയോഗിച്ചേനെ. സോ ഇതാണ് ആൻസർ. അഭിലാഷ് ആസ്ക്ഡ് Neha whether or if her best friend was helping her in that venture. This എന്നുള്ള data. ഇത്രയും കാര്യം മനസ്സിലായി. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയവർ കമന്റ് ബോക്സിൽ ഒരു കുഞ്ഞു റെഡ് ഹാർട്ട് ഇട്ടിടാം. ഇത് മനസ്സിലായി സാർ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം സാർ എന്ന് പറഞ്ഞവർ ഒന്ന് റെഡ് ഹാർട്ട് ഇട്ട കമന്റ് ബോക്സിൽ. ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് ഓൾറെഡി ക്ലാരിഫൈഡ് സം ഓഫ് ദ ഡൗട്ട്സ് that may arise while you are solving this question. And if you have thorough about this question, if you understood this question, please confirm that by putting a fire in the comment box and we will move on to the next question. Okay, and 1 minute maximum 5 minutes we will wind this session up. Okay, yes, cool. And I'm extremely happy about the fact that still the live count is 217 because from the beginning of the class we almost
Now we were almost circling around, roaming around that 200 count, and still we have a count of 215. But some of you haven't liked this live session so far. It's okay, it's okay. You will. Okay, yes. Next question. Adivali. Yes. Next. Now, this question is a question, but this is simple. Okay, and the first advice is attend the question. Okay, just attend the question. You can, just because of the fact that the question is a very big question, it's a humongous question, doesn't mean you can't solve this. Okay, it means, I mean, the rule is, the mantra is attend the question. Okay, yes, Adi, we love your class, sir. Fasana, I love you too, everybody. Yes, read the dialogue between Shabnam and her mentor Sarah. Okay, regarding her summer internship program. So here there's a conversation going on between Shabnam and her mentor about regarding her mentorship summer internship blah 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 program. Sarah asked, why did you choose to participate in the internship program? Sarah chodikkunnu, adoru WH question aanu, adivali. Shabnam replied, I'm convinced this program has the potential to enhance my abilities. Chodyam uttar. Select the correct option to complete the reporting of the above dialogue. Onnuilla. Ivide endha ezhudanda ee option eduthu ezhudha oru mark kittum. Simple as that. Nokku. Sarah asked Shabnam. So ivide nokku. Ivide aarodu choദിcha dialogue nammal report cheyyunnathu Sarah Shabnathodu choദിcha chodyamana. Uttaram endu cheyana makkale? Uttaram ningal comment box il paranjolu. Sarah choikkunnu, why did you choose to participate in the internship program? And they have already reported the sentence and some part of it is missing. And your job is to fill it. It's as simple as that. But look, Sarah asked Shabnam. So we have successfully reported who asked whom using an appropriate reporting verb. Ini Sarah asked Shabnam കഴിഞ്ഞാൽ പിന്നെ ഇതൊരു WH question ആയതുകൊണ്ട് ഞാൻ ഉപയോഗിക്കേണ്ടത് അതേ WH question word ആണ്. So question word ഏതാണ്? Why ആണ്. ഇനി ഇവിടെ you എന്ന് പറഞ്ഞ linking word കഴിഞ്ഞാൽ ഞാൻ എന്ത് ഉപയോഗിക്കണം? Yes, you have already answered the question. I'm super proud about that. But still, I want those people to understand this thing who didn't have any idea about this. Okay, no. I mean, who don't have. Okay, why? So Sarah asked Shabnam why. ഇവിടെ Sarah പെൺകുട്ടി ആയതുകൊണ്ട് you എന്നുള്ള എന്താവും? She now. Okay. Oh, is Shabnam ആൺകുട്ടി? Yes, Shabnam is aankutti. I'm sorry. My mistake. Okay. Why here now? In ivide did choose ennulladaanu subject. Shraddha cheyato. Neda ividuthe subject did plus choose aanu. Did plus choose aanu. Did plus base form of the verb is equal to V2. നിങ്ങൾ ഏതൊരു വേർബിന്റെ ബേസ് ഫോമിന്റെ കൂടെയും ഡിഡ് എടുത്തു കഴിഞ്ഞാൽ അത് V2 ആവും. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, V2 നിങ്ങൾ എന്തിലേക്ക് മാറ്റിക്കൊള്ളണം? Had plus V2. This is something we have already learned. So the answer is option C. The answer is option C. എത്ര പേർക്ക് മനസ്സിലായോ? മനസ്സിലായവർ കമന്റ് ബോക്സിൽ റെഡ് ഹാർട്ട് ഇട്ടേ. മനസ്സിലായവർ കമന്റ് ബോക്സിൽ റെഡ് ഹാർട്ട് ഇട്ടേ. ഓക്കെ, മനസ്സിലായല്ലോ. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻ. Report the dialogue between a vendor and his customer. ഒരു കച്ചവടക്കാരൻ കസ്റ്റമറും തമ്മിലുള്ള ഒരു റിപ്പോർട്ട്, ഒരു ഡയലോഗ് by completing the sentence. എന്താണ്? So can you please block Lestrade? It's a request. Can you do that? Lestrade എന്ന് പറഞ്ഞ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? Okay, so he will do it. Okay, he will do it. No worries. Vendor, it is nice to see you, sir. നിങ്ങളെ കാണാൻ പറ്റില്ല, സന്തോഷമുണ്ട്. Customer, yes indeed, unlike last month I have been away for quite some time this month. This is an interesting question. നിങ്ങളോട് എന്താ ചെയ്യാൻ പറഞ്ഞു നോക്ക്. Either this particular sentence, the first sentence is already reported for you, so you don't have to do anything about that. What they ask you to report is the second one. എന്താണ്? The customer answered in the affirmative. ശ്രദ്ധിച്ചോ എടാ, affirmative എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ yes എന്നാണ്. For example, നിങ്ങളൊരു ഉത്തരം പറയുമ്പോൾ yes എന്ന് പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ you can say he replied affirmatively that. He replied affirmatively that. You can also say he replied positively that. Affirmative എന്ന് പറയാം അല്ലെങ്കിൽ പോസിറ്റീവ് എന്ന് പറയാം. So he replied in the affirmative and explained that. ഇതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഞാൻ ഈ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരുന്നതാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഒന്ന് റിപ്പോർട്ട് ചെയ്തേ, സ്പീഡ് റിപ്പോർട്ട് ചെയ്തേ. Oh, what a relief.
ഓക്കെ നോക്കൂ. ആൻഡ് എക്സ്പ്ലെയിൻ ദാറ്റ്. ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് എഴുതാൻ പോകുന്നത്. എക്സ്പ്ലെയിൻ ദാറ്റ്, കാരണം ഇവിടെ ഓൾറെഡി അവർ ദാറ്റ് വരെ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്, ലിങ്കിങ് വേർഡ് വരെ ചെയ്തു തന്നിട്ടുണ്ട്. റിപ്ലൈ ദാറ്റ് അൺലൈക്ക് ലാസ്റ്റ് മന്ത്. ലാസ്റ്റ് മന്ത് എന്നുള്ളത് നമുക്ക് എന്തിലേക്ക് മാറ്റാം? അൺലൈക്ക് പ്രീവിയസ് മന്ത്. ലാസ്റ്റ് മന്ത് എന്നുള്ള എന്തിലേക്ക് മാറ്റാം? പ്രീവിയസ് മന്ത്. ഇനിയോ ഒരു കോമ ഇടുന്നു. ഇനി ഐ ഹാവ്, ഞാൻ പറഞ്ഞു ഹാസ് ബീൻ പ്ലസ് ഹാവ് ബീൻ. ഇവിടെ ഐ എന്നുള്ളത് ഞാൻ എന്നുള്ളത് അവൻ നാവും, ഹീ നാവും. ഹാസ് ബീൻ പ്ലസ് ഹാവ് ബീൻ വരുമ്പോ എന്താവും? ഹാഡ് ബീൻ ആവും. ഹാവ് ബീൻ എന്നുള്ളത് എന്താവും? ഹാഡ് ബീൻ ആവും. ഹി ഹാഡ് ബീൻ എവേ ഫോർ, ബാക്കിയൊക്കെ അതുപോലെ ഇത് ക്വയറ്റ് sometime this month. ദിസ് എന്നുള്ളത് ദാറ്റ് ആവും. അപ്പൊ ദിസ് മന്ത് എന്നുള്ളത് എന്താവും? ദാറ്റ് മന്ത് എന്നുള്ളതാവും. ദിസ് മന്ത് എന്നുള്ളത് എന്താവും? ദാറ്റ് മന്ത് എന്നുള്ളതാവും. റെഡി ആണല്ലോ, കാര്യം മനസ്സിലായല്ലോ. ഇനി ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ. എന്താണ്? Thank you for banning the straight Xylem class and CBSE. You got a thank you from the students. Right, people, did you understand this question? This question manasilayo. If you understood this question, please put a comment, fire in the comment box, and we will move on to the next question, which by the way is the last question for today. And after that, what is awaiting you is the question of the day. And if you got the answer correct, and if you have picked it tomorrow, you will get a cash prize of 250 or something. I don't know the exact count, but still. Yes, people, did you understand? Shall I move on to the next question? Yes, ready? Yes, question. Read the conversation between a doctor and his patient. Complete the sentence by reporting the patient's reply correctly. So you have to report the patient's reply. Okay, right. Doctor, അത് നമ്മുടെ വിഷയമല്ല. Do you feel down from time to time, Mr. Gopalan? Gopala, do you feel down? Do you feel desperate time to time? അല്ലേ? അപ്പൊ അയാൾ ഉത്തരം പറയുന്നു യെസ് എന്ന് പറഞ്ഞാൽ അഫർമേറ്റീവ് ആയിട്ടാണ് പറയുന്നത്. I do not stay in good mood. അപ്പൊ നോക്കൂ, അഫേംഡ് കഴിഞ്ഞിട്ട് ഇതൊരു സെന്റൻസ് ആയതുകൊണ്ട് ഞാൻ എന്ത് ഉപയോഗിക്കണം? ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഞാൻ എന്ത് ഉപയോഗിക്കണം? ദാറ്റ് ഉപയോഗിക്കണം. ഇനി ഐ എന്നുള്ള എന്താവും? ഗോപാലൻ ആയതുകൊണ്ട് ഹീ നാവും. ഡു നോട്ട്, ഡൂം ഡസും വന്ന എന്താവും? ഡിഡ് ആവും. അപ്പോ ഹി ഡിഡ് നോട്ട് സ്റ്റേ ഇൻ എ ഗുഡ് മൂഡ് എന്നാവും. Everyone give this video a like, ban. ശരി. Okay, so ഇത്രേ ഉള്ളൂ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. And that brings us to the question of the day. I want you to participate in this question of the day, because you have already gone through a class that's spanning, hi, I'm back. Who is that? Jafar Kash, is that you? Okay, ready. So we are moving on to the last part, the most awaited part of this session, question of the day. Yes, people, you will be given a cash prize according to the live count of this session. But ഈ question of the day importance, significance, relevance എന്ന് പറയുന്നത്, it is not just about the cash prize, it's about the things that you understood from this session. ഈ സെഷനിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എത്രത്തോളമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. And this is the question of the day for today. എന്താണ് ക്വസ്റ്റ്യൻ? Sunil shared some information with Tariq about a holiday at sea. Report Tariq's question. You are asked to report the question of Tariq, and make sure that you have properly typed your answer in the comment box. Please do not type or answer the question in the live chat, because it will not be commented. This live will end within 1 minute, and after that you can type your answers in the comment box. And that's all for today, ladies and gentlemen. This is time to wind up this class. Clear aanallo, ready aanallo? So ee live kazhinja ഈ ആൻസറും ഈ ക്വസ്റ്റ്യന്റെ ആൻസറും നിങ്ങളുടെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങൾ, കമന്റ്സ് നിങ്ങൾ എവിടെ അറിയിക്കും? നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും. Until then, this is Nasir Faruddin signing off from Xylem Learning. Thank you, everybody, and I hope this class was a useful one, productive one, and I'll come back with yet another informative and interesting class. Until then, this is Nasir Faruddin signing off from Xylem Learning. Bye, everybody. Happy learning.